ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും ബോർഡംഗം A അജികുമാറിനെയും ഒരു ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം ഇന്ന് വൈകിട്ട് തന്നെ തിരിച്ചയക്കാനുള്ളൊരു സാധ്യത കൂടി കാണുന്നുണ്ട്. തിരികെ കോടതിയിൽ ഹാജരാക്കണം. അതേസമയം താൻ നിരപരാധിയെന്ന് ആവർത്തിക്കുകയാണ് PS പ്രശാന്ത്. SIT നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നും പ്രശാന്ത് പറഞ്ഞു. ആദ്യം ഒരു നിർണായക പ്രതികരണമുണ്ട്. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങളിലേക്ക് പോകാം. രാഷ്ട്രീയ പ്രേരിതമെന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. എന്തെങ്കിലും പറയാനുണ്ടോ? രാഷ്ട്രീയ നിരപരാധികൾ മറിക്കപ്പെടാൻ പാടില്ല. പോസ്റ്റിൽ പറഞ്ഞ പോലെ മന്ത്രിക്ക് പങ്കുണ്ടോ? വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും M മനോജ് ചേരുന്നുണ്ട്. മനോജെ, 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാൽ പോലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ മുഖമുദ്രയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനു മുൻപ് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട നിർണായക ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്നാണ്, തന്റെ കൈകൾ ശുദ്ധമാണെന്നതടക്കമുള്ള പരാമർശങ്ങൾ PS പ്രശാന്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. പക്ഷേ ഇന്ന് അതേ PS പ്രശാന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റിലായിരിക്കുന്നത്, അല്ലേ? അപ്പോൾ പറയുന്നുണ്ടല്ലോ രാഷ്ട്രീയ പ്രേരിതമാണ് ഈ നടപടിയെന്ന് പ്രശാന്ത് പ്രതികരിക്കുന്നുണ്ട്. എന്ത് രാഷ്ട്രീയ പ്രേരിതം? ഏത് രാഷ്ട്രീയ പ്രേരിതം? എന്താണ് ഇപ്പോൾ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട PS പ്രശാന്തുമായി ബന്ധപ്പെട്ടുള്ള പങ്ക് SIT സംഘം വെളിപ്പെടുത്തുന്നത്? ഇന്ന് എന്തൊക്കെ നടപടിക്രമങ്ങളാണ് കോടതിയിൽ സംഭവിച്ചത്, മനോജ്? ഇന്ന് SIT കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചത് പ്രകാരം ആ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് ഒരു ദിവസത്തെ കസ്റ്റഡിയിലേക്ക് PS പ്രശാന്തിനെയും A അജികുമാറിനെയും വിട്ടു നൽകിയത്. ഇരുവരെയും ഇന്ന് വൈദ്യപരിശോധനയ്ക്കായി എത്തിക്കുമ്പോഴായിരുന്നു ഈ പ്രതികരണം നടത്തിയത്. താൻ നിരപരാധിയാണെന്ന് ആവർത്തിക്കുകയാണ്. അതായത് നിരപരാധികൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നും അതേസമയം തന്നെ രാഷ്ട്രീയ പ്രേരിതമാണെന്നും പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, മന്ത്രിക്ക് ഇതുമായി ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുന്നില്ല. എന്തായാലും SITക്ക് മുന്നിലുള്ളത് തെളിവുകളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്, കോടതി റിമാൻഡ് ചെയ്തിട്ടുള്ളതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും SITക്ക് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്ന നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചാൽ അതിൽ നിന്നും അടുത്ത അറസ്റ്റിലേക്ക് കടക്കാനാണ് SITയുടെ തീരുമാനം. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് 2025 നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് PS പ്രശാന്തിനെയും അജികുമാറിനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം 2019 സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 2025 ഈ സ്വർണം പൂശാൻ കൊണ്ടുപോകുന്നത് അതിൻ്റെ ഒരു കവർച്ച മറച്ചു പിടിക്കാനാണ് എന്നുള്ള കാര്യം SIT കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പല തെളിവുകളും ഈ ഭരണസമിതിക്കെതിരെ, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് SITയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരം. അങ്ങനെ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ PS പ്രശാന്ത് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ്. അത് ആദ്യഘട്ടം മുതൽ തന്നെ ഇത്തരത്തിലൊരു പ്രതികരണം, അതായത് നേരത്തെ പിണറായി സർക്കാർ ഉണ്ടായിരുന്ന കാലത്ത് CPMനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ആൾ തന്നെയാണ് ഈ PS പ്രശാന്ത്. അതോടൊപ്പം തന്നെ A പത്മകുമാറിനെ നമുക്കറിയാം, CPMൻ്റെ നേതാവാണ്. അത്രയ്ക്കും CPMുമായി അടുത്ത ബന്ധമുള്ള ആളുകളെ CPMൻ്റെ അതായത് LDF സർക്കാർ ഇരുന്നപ്പോൾ തന്നെയാണ് ഈ A പത്മകുമാർ ഉള്ളവരൊക്കെ അറസ്റ്റിലായത്. അതിനുശേഷം തിരഞ്ഞെടുപ്പ് വരുന്നു. അതേസമയം തന്നെ SITയെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടതുണ്ട്. അടുത്ത ഘട്ടമെന്ന് പറയുന്നതാണ് ഈ 2025. അപ്പോൾ സ്വാഭാവികമായും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ അന്വേഷണം ഉണ്ടാകും. അതിൽ ഏതൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുമ്പോഴും തെളിവുകൾ PS പ്രശാന്തിന് എതിരാണ്. അതുകൊണ്ട് തന്നെയാണ് SIT അത്തരത്തിലൊരു നടപടിക്രമത്തിലേക്ക് പോയിട്ടുള്ളത്. ശരി മനോജ്, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും ഉപ്പ് തിന്നവരൊക്കെ വെള്ളം കുടിച്ചോട്ടെ അവിടെ ഇരുന്ന്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു M മനോജ് കൊല്ലത്ത് നിന്നും. മറ്റു റിപ്പോർട്ടുകളിലേക്ക് പോകാം. ഗുരുവായൂർ ദേവസ്വം കണക്കുകൾ നൽകാത്തതിനാൽ ഓഡിറ്റ് നടപടിക്രമങ്ങൾ ഇരുട്ടിലെന്ന ഹൈക്കോടതി. കണക്കുകൾ സൂക്ഷിക്കാൻ ദേവസ്വം കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ദേവസ്വത്തിന്റെ സ്വത്ത് ദേവന്റേതെന്നും കമ്മിറ്റി ഭരണത്തിനായുള്ള ട്രസ്റ്റ് മാത്രമാണെന്നും കോടതിയുടെ ഓർമ്മപ്പെടുത്തൽ.